ഒരു ചക്ക കിട്ടണേ. ചക്ക കിട്ടി, നമുക്കിനി വറുത്താലോ? ഇതിപ്പോഴേ ഒരു ചക്ക വറക്കൽ എന്ന് പറഞ്ഞാണല്ലോ, വൈകുന്നേരം ആവും. വൈകുന്നേരം പണ്ടൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു പണി, അറിയോ? കുറെ ആൾക്കാർ കൂടി ചക്ക പറിക്കും, കുറെ ആൾക്കാർ കൂടിയിട്ട് വറക്കാൻ നിൽക്കും, കുറെ ആൾക്കാർ കൂടിയിട്ട് അങ്ങനെ അങ്ങനെ നല്ല രസമാണ്. നിങ്ങൾക്ക് വലുതറിയൂല്ലേ? നിങ്ങൾക്ക് വലുതറിയോ മക്കളെ? നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ ചക്ക വറക്കാൻ നിൽക്കണമെന്നല്ല, ഞങ്ങൾ ചക്ക വറക്കണമൊക്കെ കാണും. അപ്പം അങ്ങനെ ആൻറ്റിമാർ അവരെ കൂടിയിട്ട് ചക്ക ഇങ്ങനെ ഇരുന്ന് പറിക്കുന്നു കാണാം. പിന്നെ അമ്മാമ്മ അവരെ കൂടിയിട്ട് ചക്ക അരിയും. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എന്താ പറയുക, ഈ എല്ലാവർക്കും ചിലപ്പോൾ വല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ല. കാരണം ഇഷ്ടം പോലെയാണല്ലോ ചക്ക, മാങ്ങ, അങ്ങനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടം പോലെയാണ് വീടുകളിൽ ഉണ്ടാവുക. എല്ലാവരുടെ വീട്ടിലും പറമ്പുണ്ടാവും, എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടാവും, മാങ്ങ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ഫ്ലാറ്റ് മാങ്ങയൊരു ചക്കയില്ല, എല്ലാം ഈ 10-500 രൂപയും കൊടുത്തിട്ട് മേടിക്കണം സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ. അതൊക്കെ ഒരു രസം. ഞങ്ങളപ്പോൾ ഇങ്ങനെ ഓടി നടക്കും, വറുത്തിട്ടത് വരെ ഇങ്ങനെ തിന്ന് നടക്കും. ഇനി എന്ത് ചെയ്യാൻ വേണ്ടി വരും അറിയോ? കുരു ഒരു സൈഡിൽ ഇട്ടിട്ട് ഇതിന്റെ വേണ്ട ചോളം മാത്രം വേർപ്പെടുത്തിയിട്ട് ഇതിലേക്ക് ഇടും. പശു ഒന്നാവില്ല, പശുവൊക്കെ ഇത്തിരി ആവട്ടെ മേലൊക്കെ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കളയണം. കുറച്ച് പശയൊക്കെ മേലായതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടാ. വൃത്തിയില് കുരു കളഞ്ഞിട്ടിട്ട് കുരു കളയാനിട്ടത് മുഴുവൻ സൂപ്പറിനെ വറുത്ത് കൊടുക്കട്ടെ. വട്ടത്തിൽ തടമിട്ട് നീളത്തിൽ അരിയണം ചെഞ്ചീര, കുലകുലേറിയണം ചെഞ്ചീര, നനനനെ അരിയണം ചെഞ്ചീര. സ്റ്റോപ്പ്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യുകയാണ്? ചക്ക കുനുകുനി അരിയുകയാണ് വറക്കാൻ. ഇതുണ്ടല്ലോ, വെട്ടാനരിയാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ ഏരിയ മൊത്തം വൃത്തിയാക്കണ്ടേ? അതാണ് പണി. മൊത്തം വൃത്തിയാക്കണ്ടേ? വൃത്തിയാക്കണമെന്നറിയോ? ദശരഥ് കെ പിന്നെ ദേവാംഗന കേണു, പിന്നെ ഹനീഷ കേണു. ഇത് മൊത്തം കൈസ് വൃത്തിയാക്കിയിട്ട് ഇവർ പോയണം കേട്ടോ. പരത്തിട്. അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ വലിയും. വെള്ളം വലിയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത ട്രിപ്പ് അരിയാം. നല്ലോണം കണ്ട. അപ്പോൾ ഇത് ഒരു കുറച്ച് നേരം അരമണിക്കൂർ ഡ്രൈ ആവും. കണ്ട, സൺ ഡ്രൈ അടി. ഒരു പഴുത്ത ഭാഗം കടിച്ചേക്കിയത് കണ്ട, ഈ മഞ്ഞ കളറിൽ ഇത് പഴുത്തത് കിട്ടിയേ. കടിച്ചേക്കിയ ടേസ്റ്റ് ഉണ്ടാവും. അത് പഴുത്തതല്ല, നമ്മൾ ചക്ക ഇടുമ്പോഴേ വീഴുന്ന ഭാഗം ആ ഒരു ഇങ്ങനെ തഞ്ഞ പോലെയാവണ ഭാഗമാണ് ഈ മഞ്ഞ കളർ വരുന്നത്. ഇത് പക്ഷെ ഭയങ്കര കനപ്പായിരിക്കും.
നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്ത് നോക്കാട്ടാ. ചൂടായിട്ടുണ്ടോ? ഇല്ല, ആവണേ ഉള്ളൂ. ശരിയായിട്ടില്ല. നല്ല ചൂട് പുറത്ത്, അടുപ്പിൻ്റെ ചൂട്, നല്ല രസം. പക്ഷെ നമ്മൾ ചക്ക വറുക്കുമ്പോൾ അടുപ്പിൽ ഉരുളി വെച്ചിട്ട് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ? ശരിക്കും ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും, റിസ്ക് എടുക്കേണ്ടി വരും, ചൂട് കൊള്ളേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ചക്ക വറുത്തതിന് കായ വറുത്തതിനൊക്കെ ഇത്ര റേറ്റ് വരുന്നത്. കാരണം ഈ ഒരു അവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? പക്ഷെ നമുക്ക് ടേസ്റ്റ് അതും കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ റിസ്ക് എടുക്കാം. ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും തോന്നും ഈ പൊരി വെയിലത്ത് അടുപ്പിൻ്റെ ചൂട്ടിൽ നിന്നിട്ട് ചക്ക വറുക്കാൻ ഈ പെണ്ണെന്താ പ്രാന്താണോ അല്ലേ? പക്ഷേ ചക്ക കിട്ടുന്ന സമയം ഇപ്പോഴല്ലേ? അപ്പം നമ്മൾ വെയിൽ നോക്കിയിട്ട് കാര്യമുണ്ടാ? ചക്ക കിട്ടിയ അപ്പം അങ്ങോട്ട് വറുത്തേക്കണം. ഇത്രയും ടേസ്റ്റിലൊരു സ്നാക്സ് വേറെ ഉണ്ടാ? സമാധാനം എന്നോട് കൂടെ. കുറച്ച് സമയം പിടിക്കരുത്. കാരണം നമുക്ക് പെട്ടെന്ന് തിരക്ക് പിടിച്ച് വറുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിലിട്ട ചക്ക വറുത്തത്. കാരണം നല്ല പോലെ തീ വേണം. തീ കുറച്ചൊന്ന് കുറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടേയില്ല. അപ്പം ക്ഷമയോടുകൂടി തീ കത്തിച്ച് സ്ലോലി ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ഒരു സ്നാക്സാണ്. ക്ഷമയില്ലാത്തവർക്ക് ഇത് വറക്കാൻ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ഇത് കുറച്ചും കൂടിയും ഇത്തിരി കൂടി വലിയ പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കണേ. കണ്ട, ഇങ്ങനെയൊക്കെ ഞാൻ നല്ല വലിപ്പത്തിലാണ് കട്ട് ചെയ്തൊക്കെ ചെയ്തിരിക്കണേ. 2 ദിവസം മുമ്പ് ഞങ്ങൾ ചക്ക വറുത്തത് കഴിച്ചു. അത് കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയിലുള്ള ചക്ക വറുത്തതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചേ, സാധാരണ ഞാൻ വളരെ ഇങ്ങനെ മെലിഞ്ഞ പോലെ ഇത് കട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇങ്ങനെ വലിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. അപ്പം എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു, ടൈം എടുത്തില്ല. ഫ്രൈ ആവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം പിടിക്കുമായിരിക്കും, നല്ല അത്യാവശ്യം വീതിയുള്ളതുകൊണ്ട്. അപ്പോൾ ഇതാ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ആവട്ടെ അങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് അങ്ങനെ ഗോൾഡൻ കളറായിട്ടുണ്ട്. സ്റ്റിക്കി ആയിട്ടില്ല. സ്റ്റിക്കി ആവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. നമുക്കപ്പോഴേക്കും മൊത്തത്തിൽ ചൂടായിക്കോട്ടെ. ചായ കുടിക്കുന്ന സമയമായില്ലോ, ചായ കുടിക്കാം. അപ്പോൾ നമ്മുടെ ഇത്രയും നേരത്തെ പരിശ്രമം എങ്ങനെയുണ്ട് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ശബ്ദം കേൾക്കണില്ലേ? നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കറക്റ്റ് ഉപ്പായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയുടെ നല്ല ഫ്ലേവർ ഉണ്ട്. സൂപ്പർ. നല്ല ക്രിസ്പി